എളമരം കരീം വലിയ പ്രതീക്ഷയോടെ കോഴിക്കോട് മത്സരിച്ചതാണ്. ദയനീയമായി തോറ്റുപോയി. CPM-ൻ്റെ വലിയ നേതാവാണ്. കരീമിക്ക എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടും, കരീമിക്ക എന്ന് അവതരിപ്പിച്ചതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമല്ല, പച്ചയായ മതം പറയലായിരുന്നു. അങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടും തോറ്റുപോയി. എന്തുകൊണ്ടാണെന്ന് പാർട്ടി അന്വേഷിക്കുമോ? അപ്പോൾ സുധാകരൻ ചിലത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയത് കരീമിനെ തോൽപ്പിച്ചത് റിയാസാണ്, മുഹമ്മദ് റിയാസാണ്. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ തട്ടകമാണ്, പുതിയ കാലത്തെ തട്ടകം. പാർട്ടി പുതിയ ആളുകളുടെ കയ്യിലാണല്ലോ. അപ്പോൾ കരീമിനെ റിയാസ് തോൽപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് സുധാകരന് കിട്ടിയിട്ടുള്ള വിവരം എന്ന് സുധാകരൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവും. സുധാകരൻ എന്താ പറഞ്ഞത്? സുധാകരൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞത് അമ്പലപ്പുഴയിൽ അന്വേഷണ കമ്മീഷൻ, അതായത് അമ്പലപ്പുഴയിലെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട് സുധാകരൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആരോപണം കൊണ്ടുവന്നിട്ടാണ് സുധാകരനെ വെട്ടിനിർത്തിയത്. സുധാകരന് അതിനു മുമ്പ് തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സുധാകരൻ BS-ൻ്റെ ഒരു വിശ്വസ്തനായിട്ട് നടന്നതാണ്. പക്ഷെ അതിനിടയ്ക്ക് ആടിക്കളിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ധാരാളം ചെയ്തു. പെൻഡുലം പോലെയായിരുന്നു. ഈ ആഴ്ച VS നിധിയാന്ന് പറയും. അത് സുധാകരൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, കവിതകളിലൊക്കെ ചിലത് പറയും. അപ്പോൾ സുധാകരനെ തട്ടിക്കളയണം എന്ന് വിചാരിച്ചിരുന്നു. കവിത ഓർക്കുന്നില്ലേ? ലാദൻ ബില്ലാദൻ കലാഭവനി പ്രസിദ്ധീകരിച്ചതാ. കലാഭവനിയിൽ മറ്റേ കറുത്ത എന്നൊക്കെ പറഞ്ഞ തിരുവനന്തപുരത്തെ ശ്രീധരനെ പറ്റിയൊക്കെ കലാഭവനി മലയാള സാഹിത്യത്തിനോട് ചെയ്ത ദ്രോഹമാണെന്ന് ഒരാള് കവിയാക്കിയാണ്. അതെ അതെ. അപ്പോൾ അന്ന് ഈ സുധാകരനെ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു, പല ആളുകളും ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. ഐസക്കിനെ ഒഴിവാക്കണം, ശൈലജയെ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ടേമുകളിൽ ഇളവ് കൊടുക്കുന്നില്ല, ആ ഇളവ് പിണറായി വിജയന് മാത്രമായിരിക്കും എന്നൊക്കെ പാർട്ടിയൊക്കെ തീരുമാനിച്ചു. ശൈലജ ഫൈറ്റ് ചെയ്തു. മട്ടന്നൂരിൽ നിന്നും ഞാൻ ഒഴിയാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് അനാരോഗ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ അത് കഴിഞ്ഞും മറ്റേ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് വിട്ടു സുധാകരനെ. ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അമ്പലപ്പുഴയിൽ. അപ്പോൾ അന്വേഷിക്കണം അമ്പലപ്പുഴയിലെ തോൽവി, ഇത്തരം കാര്യങ്ങൾ സുധാകരനാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുധാകരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്പലപ്പുഴ അന്വേഷണ കമ്മീഷനായിട്ട് വന്ന എളമരം കരീം സുധാകരന് വേണ്ടി മൊഴി കൊടുക്കാൻ എത്തിയ ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മടക്കി വിട്ടു. സുധാകരന് വേണ്ടി പറയുന്ന ആളുകളെയൊന്നും ഇവിടെ ആവശ്യമില്ല. അല്ല, കരീം സുധാകരന് പണിയാനായിട്ടാണ് വന്നത്. പണിയാനായിട്ടാണ് വന്നത്. കാരണം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചുമതല കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമൊന്നുമില്ലല്ലോ. ഒരിക്കലും അല്ല. പാർട്ടിയിൽ ഒരു കാലത്തും അങ്ങനെ ചെയ്ത് നടന്നു. അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വിടുകയാണ് കമ്മീഷൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്നത് ഇതിനാണെന്ന് പറഞ്ഞിരിക്കും, അതുപോലെ അങ്ങ് ചെയ്യും. അതുപോലെ ഒരു സാധനം എഴുതി തരണം. അതെ, അതുപോലെ എഴുതി തരണം. ഇതൊക്കെയാണ് സേവ് CPM ഫോറം എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രനാഥിനെയൊക്കെ വിട്ടിയില്ലേ ആ കാലത്ത്. അങ്ങനെ ചെയ്ത ഈ എളമരം കരീം, ആ കരീമിന് ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം പോലും അറിയില്ല, സുധാകരൻ പറയാണ്. എന്നിട്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ തോറ്റത് എളമരം കരീം 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റിരിക്കുന്നത് കോഴിക്കോട്ടെ തോൽവിയപ്പോൾ ആരന്വേഷിക്കും? ആരെങ്കിലും തോൽപ്പിച്ചതാണോ കരീമിനെ? മറുപടി പറയണം. ആര്? പാർട്ടി. അതാണ് സുധാകരൻ്റെ ആവശ്യം. അപ്പോൾ സുധാകരൻ ഉദ്ദേശിക്കുന്നുണ്ട് തോൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തോൽപ്പിച്ചതാണോ? തോൽപ്പിക്കാൻ ശേഷിയുള്ളത് ആരാണ്? റിയാസാണ്. സംശയം എന്താ? കാരണം നേരത്തെ കരീമിനെ മന്ത്രിയൊക്കെ ആയിരുന്ന ആളെ, മാവൂർ റേൺസിലൊക്കെ തൊഴിലാളി നേതാവൊക്കെ ആയിട്ട് വളർന്ന കരീമിനെ അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത് റിയാസാണ്. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ മാറ്റിയത്. പക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ നോക്കുമ്പോൾ കിട്ടാനില്ല ആളുകളെ. കാരണം 2ാം നിര നേതാക്കളെ ഒന്നും പിന്നെ വളർത്തിയിട്ടില്ലല്ലോ. പഴയ 2ാം നിര നേതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. AKG, മറ്റേ പാട്യം ഗോപാലൻ, അങ്ങനത്തെ ആളുകളൊക്കെ തീർന്നിട്ട് പിന്നത്തെ തെരവുകളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പഴയ ആളുകളെ തന്നെ എടുക്കുക ചെയ്തത്. ഐസക്ക്, ശൈലജ, കരീം, 3 പേരും തോറ്റുപോയി ഭീകരമായിട്ട്. അപ്പോൾ റിയാസിനെതിരെ ഉള്ള കേന്ദ്ര സമിതി അംഗങ്ങളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചു അല്ലേ? തോൽപ്പിച്ചു. അപ്പോൾ
ഇത് എല്ലായിടത്തും ഇങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഐസക്ക് പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ പാർട്ടി, അത് ഐസക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ രണ്ടുപേര് തമ്മിൽ അടിയുണ്ടായി. പത്മകുമാറും അർച്ചൻ കുമാറും തമ്മിൽ വലിയ അടിയൊക്കെ ഉണ്ടായി അവിടെ. അന്ന് തന്നെ ഐസക്ക് പറയുന്നുണ്ട് മര്യാദക്കല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ആളെ കൊണ്ടുപോയി പത്തനംതിട്ടയിൽ നിർത്തിയത് തന്നെ അല്ല. CPM-ൽ പതിവില്ലാത്തതാണ് സ്ഥാനാർത്ഥിയായിട്ട് ഇന്നാൾ വരുമെന്ന് മുൻകൂട്ടി കണ്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ ചെയ്ത്. ഐസക്ക് അവിടെ എന്താ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെമിനാർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് 2-3 മാസം മുമ്പേ മണ്ഡലത്തിൽ സജീവമായിരുന്നു, പത്തനംതിട്ടയിലും ചെങ്ങന്നൂരും ഒക്കെ. അങ്ങനൊരു കളി തിരുവല്ലയിലുമൊക്കെ അങ്ങനൊരു കളി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഐസക്കിനെ ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്? ഐസക്കെ ഇയാൾ സഖാവ് സ്ഥാനാർത്ഥിയാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും? തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സജി ചെറിയാനെ ജി സുധാകരന് സംശയിക്കാം. അല്ല, നമ്മൾ സംശയിക്കേണ്ട അങ്ങനെയല്ലേ സാർ? അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഐസക്കിനോട് സഖാവായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള വോയിസ് സജി ചെറിയാനില്ല. സജി ചെറിയാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഐസക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഹയറാർക്കി അനുസരിച്ച് വലിയ ആള് അല്ലേ? പാർട്ടി പഴയ പാർട്ടിയൊന്നും അല്ല. അതെ അതെ അതെ. അല്ല, നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ ദേശീയ പ്രസിഡന്റിനേക്കാൾ വലിയ ആൾ സംസ്ഥാന പ്രസിഡന്റാണ്. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ ചില ആളുകളോട് അടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടുതൽ പവർഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ് സെക്രട്ടറി പാർട്ടിയിലെ ദൈവത്തിന്റെ കിങ്കരന്മാർ, ഭൂതഗണങ്ങൾ, അതെ, ആ കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിൽ നിർദ്ദേശിച്ച് മുകളിൽ നിന്ന് നിർദ്ദേശിപ്പിക്കുകയൊക്കെ, മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ ഉള്ളൊരു ചടങ്ങിൽ സജി ചെറിയാൻ പങ്കെടുത്തില്ല ആലപ്പുഴയിൽ. സജി ചെറിയാൻ സുധാകരൻ രാവിലെ 10 മണിക്കുള്ള പരിപാടിക്ക് 9:45 വന്ന് 10:45 തിരിച്ചുപോയി. സുധാകരൻ പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വന്നു. സജി ചെറിയാൻ എന്നിട്ടും വന്നില്ല. അതെ, വന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ തോൽപ്പിക്കൽ ഈ അമ്പലപ്പുഴയിൽ തോൽപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഭീകരമാണ് ഇത്തവണ പാർട്ടിയിൽ നടന്നിരിക്കുന്നത്. കാരണം കായംകുളത്ത് അല്ല, ഇളമരം കരീമിനൊക്കെ ഇത് മതിയാക്കിക്കൂടെ? കാലം കുറേ ആയില്ലേ? രാജ്യസഭയിലൊക്കെ അംഗമാണ് അദ്ദേഹത്തിന്. ഇവിടെ മന്ത്രിയായിരുന്നു ആ കാലത്ത് തന്നെ. അദ്ദേഹം അവിടെ ഈ മുസ്ലിം സ്വത്വം എന്ന് പറഞ്ഞിട്ട് KN കുഞ്ഞമ്മദ്, PK പോക്കർ, ഇങ്ങനെ കുറെ ആളുകളൊക്കെ അല്ലേ പറഞ്ഞ ഇസ്ലാം ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി എല്ലാവരും ഇസ്ലാമിൽ ചേരണമെന്ന് പറഞ്ഞ ആളല്ലേ? അതെ. മറ്റേ ഓണത്തിന് മറ്റേതും ആകാം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യം ഗുജറാത്തിൽ പോയി അത് ഇതുമൊക്കെ പറയുക. പക്ഷെ വിവാഹം ചെയ്തിരിക്കുന്നത് ഹിന്ദുവിനെയാണ്. എന്നിട്ട് ഇവരെയൊക്കെ കൊണ്ട് ഇസ്ലാമിക സ്വത്വം പ്രസംഗിച്ചു കൊണ്ട് നടന്നിരുന്നു ഇളമരങ്കരം കുറെ കാലം. കാരണം ഇസ്ലാമിന് പാർട്ടിയെ പിടിച്ചടക്കാനോ, പിന്നെ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട് മലപ്പുറത്ത് ഇനി മൈനോറിറ്റികളെ അടുപ്പിക്കണം പാർട്ടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞു. CPI-ക്കാർ പണ്ട് പറയായിരുന്നു, ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് CPI-യിലെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ഒരു നേതാവിൻ്റെ പേര് പറയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ CPM-ലെ കുഞ്ഞാലിക്കുട്ടിയുടെ ചില വിശേഷങ്ങൾ മാറ്റി നിർത്തിയാൽ CPM-ലെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇളമരക്കാരി. വലിയൊരു ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു മുതലാളിയെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി ജയിപ്പിക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. എനിക്ക് ഇളമരത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പ്ലീസിങ്, ചിരിച്ചുകൊണ്ടേയിരിക്കും. അത് CPM-കാർക്ക് പതിവില്ലാത്തൊരു അതാണ്. ഏറുപിടുത്തം ഇല്ലാത്ത വളരെ പ്ലീസിങ് പേഴ്സണാലിറ്റിയാണ് ഇളമരക്കാരി. ഇളമരങ്കരിയും മന്ത്രിയായിരുന്നപ്പോൾ അവിടെ മലേഷ്യൻ ഒരു പദ്ധതി കൊണ്ടുവന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇളമരങ്കരിയും എങ്ങനെ തോറ്റു, ആര് തോൽപ്പിച്ചു, അത് അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ജി സുധാകരൻ മറ്റ് മണ്ഡലങ്ങളിലെ തോൽവി അന്വേഷിക്കാനും റിവ്യൂ ചെയ്യാനും കമ്മീഷനുകളൊക്കെ വെക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണല്ലോ വാർത്തകൾ. അപ്പോൾ കോഴിക്കോട്ടെ അന്വേഷിക്കണ്ടേ എന്ന് പാർട്ടിയിലെ പ്രമുഖ നേതാവായ രക്തസാക്ഷിയുടെ സഹോദരനാണ്, ഭുവനചന്ദ്രൻ്റെ സഹോദരനാണ്. അങ്ങനെയുള്ള ജീസു, പാർട്ടിക്കാരൻ ജീസു എന്നാണ് ആളുകൾ. ജീസു പറയുമ്പോൾ അത് ഒരുപാട് ആളുകളുടെ ശബ്ദമാണ്. പാർട്ടി കേൾക്കുമോ? എനിക്ക് ഉറപ്പുണ്ട് കേൾക്കില്ല. ഒരു കമ്മീഷനും വരത്തില്ല. പക്ഷേ സുധാകരൻ ഈ ചോദിച്ചിരിക്കുന്നത്
ആരാണ് തോൽപ്പിച്ചത് അന്വേഷിക്കണ്ടേ? അത് ഒരു ഒളിയമ്പാണ് മുഹമ്മദ് റിയാസ്. ഒളിയമ്പൊന്നുമില്ല. രാഷ്ട്രീയം എന്താണെന്ന് നിരീക്ഷിക്കുന്നവർക്ക് ആരെക്കുറിച്ചാണ് പറയുന്നത് വളരെ കൃത്യമാവും. ആണല്ലോ രാഷ്ട്രീയ വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. അതെ, ഭൂരിപക്ഷം പേര് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ജി സുധാകരൻ്റെ പ്രസംഗം നിങ്ങളുടെ ഫയലിലുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് നോക്കുക. അതിനകത്തൊരു വലിയ വാർത്തയുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.